തൃണമൂൽ കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. മമതയുടെ സാരി തലപ്പിൽ പിടിച്ചു തൂങ്ങി നടന്ന വിശ്വസ്തർ എല്ലാം തന്നെ ഇപ്പോൾ വിമത പക്ഷത്തേക്ക് ചാടുകയാണ്. മമതയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും മുതിർന്ന നേതാവും എംപിയും കൂടിയായ സുദീപ് ബന്ദോപാധ്യായ വിമത ഗ്രൂപ്പിലേക്ക് ചേർന്നു എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അതേസമയം ഈ ഒരു കൂറുമാറ്റം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് തൃണമൂലിൽ സൃഷ്ടിക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേന പിളർത്തിക്കൊണ്ട് ഏക്നാഥ് ഷിൻഡെ പുതിയ ഗ്രൂപ്പ് അവിടെ സൃഷ്ടിച്ചതിന് സമാനമായ ഒരു തന്ത്രമാണ് ബംഗാളിലും ഇപ്പോൾ അരങ്ങേറുന്നത്. തങ്ങളാണ് യഥാർത്ഥ TMC എന്നതാണ് ഇപ്പോൾ വിമത ക്യാമ്പ് അവകാശപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ സുദീപ് ബന്ദോപാധ്യായ മറ്റൊരു വിമത MP ആയ ശതാബ്ദി റോയ്ക്കൊപ്പം തന്നെ BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഭൂപേന്ദർ യാദവിന്റെ വസതിയിൽ എത്തിക്കൊണ്ട് ചർച്ച നടത്തിയതായും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ കൊൽക്കത്തയിൽ നിന്ന് ഒരേ വിമാനത്തിലാണ് ഇരുവരും ഇവിടേക്ക് എത്തിയതെന്നതാണ്, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് എത്തിയതെന്നതാണ് വ്യക്തമാക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് ഇരുവരും ഒരൊറ്റ വണ്ടിയിൽ തന്നെ കേന്ദ്രമന്ത്രിയുടെ വസതിയിലേക്ക് തിരിക്കുകയായിരുന്നുവെന്നും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. BJPയുടെ ബംഗാൾ ചുമതലയുള്ള മന്ത്രി ഭൂപേന്ദർ യാദവുമായി തന്നെ വിമത നേതാക്കൾ നടത്തിയ ചർച്ചയിൽ പാർലമെന്റിന്റെ BJP നയിക്കുന്ന NDA മുന്നണിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചതായിട്ടാണ് സൂചന. തങ്ങളെ ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കായി തന്നെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിമത ഗ്രൂപ്പ് ആകട്ടെ തിങ്കളാഴ്ച തൃണമൂൽ MPമാർ സ്പീക്കർ ഓം ബിർളയെ കാണുമെന്നും അറിയിച്ചിരിക്കുകയാണ്. അതേസമയം വിമതരുടെ നീക്കങ്ങളെ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ തള്ളി പറഞ്ഞു. വിമത ക്യാമ്പിന്റെ അവകാശവാദങ്ങൾക്ക് യാതൊരുവിധ നിയമസാധുതയും ഇല്ല എന്നതാണ് പാർട്ടി MP ഇവിടെ, അതായത് പാർട്ടി MP കൂടിയായ മഹുവ മൈത്ര ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തൃണമൂലിലെ മമതാ വിശ്വസ്തർ നീക്കങ്ങൾ കണ്ണിയറയിൽ നേതൃത്വം നൽകുന്ന ശതാബ്ദി റോയ്ക്കൊപ്പം തന്നെ ഈ ഒരു സുദീപ് ബന്ദോപാധ്യായ ആകട്ടെ ഡൽഹിയിൽ എത്തിക്കൊണ്ട് BJP കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി കഴിഞ്ഞതായി തന്നെ വിവരങ്ങൾ പുറത്തു വരികയായിരുന്നു. ഡൽഹിയിലേക്കുള്ള കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ വ്യക്തിയുമായി അദ്ദേഹം വലിയ ചർച്ചകൾ ഏറെ നേരം ചർച്ച നടത്തിയതായിട്ടും വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ഈ സുപ്രധാന ചർച്ചയുടെ ഭാഗമായി എന്നതാണ് വിവരം. നേരത്തെ മമതാ ബാനർജിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരികയും പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായി തന്നെ ഇരിക്കാൻ സ്പീക്കറുടെ അനുമതി തേടുകയും ചെയ്ത 19 വിമത TMC MPമാരുടെ ആദ്യ പട്ടികയിൽ ഇദ്ദേഹം ഒപ്പുവെച്ചിരുന്നില്ല. എന്നാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിൽ വിമത ഗ്രൂപ്പിനൊപ്പം പരസ്യമായി തന്നെ കൈകോർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയിലെ അതിശക്തനായ സുദീപ് ബന്ദോപാധ്യായെ കൂടി ഇവിടേക്ക് എത്തിച്ചതോടുകൂടി തന്നെ ലോക്സഭയിൽ മമതാ ബാനർജിയെ പൂർണ്ണമായും തന്നെ പ്രതിരോധത്തിലാക്കിയ ഒരു MP കൂടിയാണ് ഇവിടെ ഈ ഒരു കൊഴിഞ്ഞുപോക്കിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ MPമാരുടെ എണ്ണം ഇപ്പോൾ 20 തന്നെ കവിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മമതാ ബാനർജിയുടെ ഈ ഒരു തൃണമൂൽ പാർട്ടി വിട്ട് വിമതപക്ഷത്തേക്ക് പോകുമെന്നതിലും സംശയമില്ല എന്നതാണ് ചില കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.